ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഞങ്ങൾക്കിപ്പം സിമ്പിളും ആംബിയൻസും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എവിടെയാണെന്നുള്ളത്. യെസ് ഗൈസ്, നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ഇൻട്രോ എടുത്തായിരുന്നേ ഗൈസ്. എൻ്റെ മൈക്ക് കിട്ടി, എനിക്ക് കളഞ്ഞുപോയ മൈക്ക്. അതെൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ കിടക്കുകയായിരുന്നു. അത് കിട്ടി, പക്ഷേ വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് കഴുകിയത് കുളമായി ഗൈസ്. മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, കത്തുന്നൊക്കെ ഉണ്ട്. പക്ഷേ തിങ് ഈസ് ഫങ്ഷണലല്ല, ഇത് അടിച്ചു പോയി ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു കോഫിയും കുടിച്ച് കാർത്തികിനെയൊക്കെ കാണാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കോഫി കുടിക്കുന്നതിന് വേണ്ടി ഞാൻ വിചാരിച്ചു ഒരു സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പും ഒരു ചെറിയൊരു സാൻഡ്വിച്ച് പോലത്തെ സാധനം. അപ്പോൾ അതും കഴിച്ചിട്ട് കാർത്തികിനെയും വർഷയും കാണാൻ പോകാം ഗൈസ്. ഇന്നൊരു ഫുഡ് ബ്ലോഗാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം ഗൈസ്, അവരെ കാണുമ്പോൾ പറയാം. അങ്ങനെ ഗൈസ്, നമ്മുടെ സൂപ്പ് വന്നിരിക്കുകയാണ്. വൈൽഡ് മഷ്റൂം ചിക്കൻ സൂപ്പ്. ഇത് ഞാൻ കുറേ കുടിച്ചിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ കൊച്ചിയിൽ തിരിച്ചു വരുമ്പോൾ കഫിക്കാനയിൽ വന്ന് എന്തെങ്കിലും കഴിക്കണമല്ലോ, അതുകൊണ്ട് വന്നതാണ് ഗൈസ്. ഇത് കുടിച്ചിട്ട് സാൻഡ്വിച്ച് അല്ല, ഒരു ബ്രെഡും ടോസ്റ്റ് പോലത്തെ സാധനമാണ്. അപ്പോൾ അതും കൂടെ വന്നിട്ട് നമുക്ക് വരാം ഗൈസ്. സൂപ്പ് അടിപൊളിയാണ്. സൂപ്പ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സംഭവമാണ്. പ്രത്യേകിച്ച് കുടിച്ച് നോക്കി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. എന്നാലും നമ്മൾ വ്ളോഗിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, വരേണ്ട ഗൈസ്. ചൂട് ഭയങ്കര. അതുപോലെ കുടിച്ച് കഴിഞ്ഞാൽ പാവള്ളി പോവും. എൻ്റെ അമ്മ, ഇത് ഞാൻ കുറേ പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പയ്യന്മാർ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞിട്ട് ഈ സൂപ്പ് കുടിച്ചവരുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത്. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സംഭവം. നല്ല റിച്ചാണ്, നല്ല ടേസ്റ്റാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ഗൈസ്, നമ്മുടെ അടുത്ത സാധനം വന്നിരിക്കുകയാണ് മഷ്റൂം ക്രോസ്റ്റീനി. ഇത് ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല. വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം, കൊള്ളാവില്ല എന്നുള്ളത് പുതിയൊരു ഫൈൻഡ് ആവട്ടെ. മഷ്റൂമും ചെറിയ ടൊമാറ്റോ, ഫെറ്റ ചീസും ക്രീം ചീസും ഉണ്ടോ, പിന്നെ ടോസ്റ്റ്. ഓക്കെ ഗൈസ്, ട്രൈ ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ബ്രെഡ് കുറച്ചുകൂടെ ടോസ്റ്റഡ് ആയിരുന്നു കൊള്ളാം. ഒരു എണ്ണയുടെ ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ട്. അല്ല നൈസാണ് ഗൈസ്. മഷ്റൂം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് മഷ്റൂംസും നല്ല റിച്ച് ആയിട്ടുള്ള ചീസും എല്ലാം കൊണ്ടും കൊള്ളാം. നല്ല കോമ്പിനേഷൻ, നൈസ്. അങ്ങനെ ഗൈസ്, കഫിക്കാനെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കാർത്തിക്കിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീ ആൻഡ് ടീയിലോട്ട് പോവുകയാണ്. അവിടെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ അരമണിക്കൂർ എടുക്കുമെന്ന് തന്നെ, ഷൂട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 1.5 ഫുള്ള്. കഴിച്ച് നോക്കാൻ ഗൈസ് കൊള്ളാവില്ല. മാത്രമല്ല, എനിക്ക് കഫിക്കാനെന്ന് വെച്ചാൽ മഷ്റൂമിൻ്റെ എന്തോ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊണ്ടയൊക്കെ ചൊറിയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മഷ്റൂം അലർജി ഉള്ളതാണ്. ചെറിയ രീതിയിലൊരു അലർജി ഫീലിംഗ് എനിക്കുണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ബിക്കോസ് മൗത്തൊക്കെ ഒത്തിരി ഡ്രൈ ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ്. എന്തായാലും പോയി അൽഫാമല്ല ഷവായി കഴിക്കാൻ ഗൈസ്. ചിലപ്പോൾ ഷവായി കഴിക്കുന്നതോടുകൂടി അലർജി മാറിയാലോ. ലെറ്റ് സി. എന്തായാലും നാരങ്ങ വെള്ളം എല്ലാം കുടിക്കാം. അപ്പോൾ എന്തായാലും പോയി പാർക്ക് ചെയ്യട്ടെ ഗൈസ്, ടി ആൻഡ് ടിയിലോട്ട് പോവാം. ഗൈസ്, പാർക്കിങ്ങിലാണ്. കാർത്തിക് സൂര്യ ആൻഡ് മിസ്സിസ് കാർത്തിക് സൂര്യയെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എപ്പോൾ എത്തുമെന്നോ, അവരിനി അരൂരിൽ നിന്ന് കത്തിച്ചിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചു, ഒരു 1.5 ഷവായി, 1.5 ഫുള്ളാ, അങ്ങനെ എന്തോ. ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവാണ്, അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. ഇവിടെ ഈ ചിക്കൻ തീരുന്ന അനുസരിച്ചാണ് കേട്ടോ. ആ ഒരു കണ്ണാടി കൂട്ടിലുള്ള ചിക്കൻ തീരുമ്പം തീർന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നധികം തിരക്കില്ലാത്തതിന് വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓൾറെഡി ബുക്കും ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോട്ട് ആൻ ഇഷ്യൂ. ഇന്നെന്തായാലും നമ്മൾ കാർത്തിക്കിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവായിയുടെ ടേസ്റ്റ് നമ്മളിന്ന് ഡീകോഡ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അകത്തിരുന്ന് കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ വണ്ടികൾ വരുന്നു, കഴിക്കുന്നു, പോകുന്നു. നൈസ്. അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട് കേട്ടോ അവർക്ക്. നല്ല സ്പോട്ടാണ് കിട്ടിയത്. അത്യാവശ്യം പാർക്കിങ്ങും ഉണ്ട്, കൊള്ളാം. ലെറ്റ് സീ ഇഫ് ദ ടേസ്റ്റ് അവൻ പറയുന്ന പോലെ അടിപൊളിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. മസാല ഷവായി തന്നെയാണെന്ന് തോന്നുന്നത്. എന്തോ എനിക്ക് തിക്ക് നല്ല മസാലയൊക്കെയാണെന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം ഗൈസ്. നിങ്ങളെ കിട്ടാനായിട്ട് നീ ഓടി, നിന്റെ കുമ്പിടിയൊക്കെ അങ്ങ് ബാലിയിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി ഇടിച്ച് പരത്തില്ല. ഹായ്, ഹലോ, വെൽക്കം ബാലി ഗേൾ, കുമ്പിടി സ്വാമി. കഴിഞ്ഞ ഇതിന്റെ റോൾ പ്ലേ. നല്ല നല്ല തിരക്ക് കേട്ടോ ഇവിടെ. ഞാൻ പ്രിയ പത്നിയുമായിട്ട് മിസ്റ്റർ കാർത്തിക് സൂര്യ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചിക്കന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് ഇവര്. അപ്പൊ എനിക്ക് ഇന്ന് അറിയണം ഈ ചിക്കൻ എന്താണ് ഇത്രയ്ക്ക് വിശേഷപ്പെട്ട സംഭവം എന്നുള്ളത്. നോർമലായിട്ട് വിചാരിക്കുക. അപ്പൊ ഗൈസ്, അവര് ഓവർ ഹൈപ്പ് അടിക്കല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓവർ ഹൈപ്പ് അടിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോണ്ട് സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പം ഓവർ ഹൈപ്പ് അടിക്കുന്നില്ല. ഞാൻ ഇവരുടെ വാക്കും വിശ്വസിച്ച് ഒരു മൂക്കിന്റെ അകത്തോട്ടായിരിക്കും. ഓക്കെ ഗൈസ്, ബാക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ യുവമാര് കൈവച്ച് അതിനെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് സംസാരിക്കുകയാണ്. മിസ്റ്റർ ഗുരു തന്നെ ഇതിനെ മൊത്തം കോളാൻഡറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ചിക്കൻ ഞാൻ എന്തായാലും കഴിച്ചു നോക്കാം ഗൈസ്. ഷവായ നമ്മൾ ഹാഫ് വെച്ച്, ഇവരുടെ ഒന്നല്ല,
അല്ല ഇവരുടെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറെ ഹൈപ്പ് അടിച്ച ചിക്കൻ. ആ ചിക്കൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. വർഷയാണ് ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ എന്നാണ് എന്റെ വിശക്കണില്ല എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ. അത് മാത്രമല്ല ചൊറി പിടിച്ച മഷ്റൂം തിന്ന് തൊണ്ട മൊത്തം അഴുവിയിരിക്കുകയാണ് സനുബ്രോയുടെ. ചൊറി പിടിച്ച മഷ്റൂം അല്ല ഗൈസ്, അത് കുറച്ച് എനിക്ക് മഷ്റൂം അലർജി ഉണ്ട്. ഞാൻ അത് ഓർക്കാതെ കയറി അറ്റാക്ക് ചെയ്തതാണ്. ക്രോസ്റ്റീനി എന്നൊക്കെ പറഞ്ഞ പേര് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അല്ല ഞാൻ ഇത് ആരെ കൈ കൊടുത്തേക്കണം മാറ് വർഷ കമോൺ പറയേ. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഇത് കഴിച്ചിട്ട് വല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആവില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സൂര്യന്റെ ഷൂട്ടൊക്കെ എടുത്തത് ഗൈസ്. ഞാൻ തനിയെ ഷൂട്ട് ചെയ്തോളാം. യവന്മാരെ സഹായത്തിന് വെച്ച് കഴിഞ്ഞാണല്ലോ ചന്ദ്രനിലോട്ടൊക്കെ ഷോട്ട് പോകുന്നു. രണ്ടെണ്ണം ഭയങ്കര കുരുത്തക്കേടായിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. അല്ല എന്ത് ഇങ്ങനെ അയ്യോ. ഓക്കെ ഓക്കെ ഗൈസ്, അവളെ കണ്ടിട്ട് അവളെ ചിരി കണ്ടാ എനിക്കറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് അപ്പം ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡ് പോരും, അത് കഴിച്ചിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ. ഓക്കെ ഗൈസ്, ബാലി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു സനുബ്രോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തില് അങ്ങനെയൊന്നും കിട്ടാത്ത കുറെ സാധനങ്ങള് നമ്മൾ അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്തു. എനിക്കിവിടെ ഒരു ലോക്കൽ ഡോൺ പോലും വരുന്നില്ലല്ലോ. സനുബ്രോ ലിറ്ററലി ഞങ്ങൾ ആ വണ്ടിയും പോലീസ് എസ്കോർട്ടും കണ്ട് ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ഞെട്ടിൽ വിട്ടിട്ടില്ല. ഞാൻ അന്ന് രാത്രി ആ ക്ലബില് ഞങ്ങൾക്ക് കക്കൂസി പോകാൻ വരെ എസ്കോർട്ടായിരുന്നു. ഏതാ വലിയ ആള് ഡോണിന് ആരാടാ പോലീസ് എസ്കോർട്ട് പോകുന്നത്? ഓ ഗൈസ് സാധനം അങ്ങനെ വന്നിരിക്കുകയാണ്. ഒരു കുട്ട ചിക്കൻ. റോമാങ്കോ സാലഡാണ്. ഓ എന്തൊക്കെയോ ഗ്രേവി, പച്ചമാങ്ങ സാലഡ്, ചിക്കൻ. അങ്ങനെ ഒരു റൗണ്ട് കഴിച്ചിട്ട് വന്നേന്നുള്ള. ഇത് സെപ്പറേറ്റ് സ്പെഷ്യലാ. 1.5. ശരി, ഇത് ഹാഫ് അല്ലേ? ഓ ഗൈസ് ഇത് കുറെ ചിക്കൻ ഉണ്ട് ഗൈസ്. ഇവര് രണ്ടും കൽപ്പിച്ചാണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. എന്തൊക്കെയാ ജ്യൂസ് കുറെ ഉണ്ട്. എല്ലാം സെയിം അല്ലേ? ഇതാണ് എൻ്റെ. ഇതും കൂടെ കഴിച്ചിട്ട് ഡയറ്റ് തുടങ്ങാൻ ഗൈസ്. അതൊക്കെ എൻ്റെ ഒരു നമ്പർ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ശരി ഗൈസ്, കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് കഥാനായകനായ ചിക്കൻ. കുറച്ചെടുക്കുന്നു. നല്ല നല്ല ഫ്ലേവർ, വെറൈറ്റി മസാല കഴിച്ചു. വന്ന് കഴിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നു. ഇവിടെ കിട്ടുന്നതിനെക്കാട്ടി എന്തായാലും ഇവിടുത്തെ ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ മസാലയ്ക്ക്. എനിക്ക് തോന്നുന്നു എവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ മസാലയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സാധനം കൊള്ളാം, ടേസ്റ്റ് ഉള്ളത്. ഇവരുടെ ഈ 3 സോസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതേപോലെ ഇതിൻ്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. കൊള്ളാം ഗൈസ്, എന്തായാലും കഴിച്ചിട്ട് വരാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. കാർത്തിക് സൂര്യയുടെ T&T. ഓവർ ഹൈപ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. പക്ഷെ ഞാൻ അങ്ങനെ ഓവർ ഹൈപ്പിൽ പറയൂല. യവൻ പക്ഷെ ഭയങ്കര ഓവർ ഹൈപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ ഹൈപ്പ് വന്നിട്ട് കഴിച്ചിട്ടുണ്ടാണെന്ന് പറഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. നമ്മൾ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പക്ഷെ ഞാൻ ഡീകോഡ് ചെയ്യാൻ നോക്കി ഇവരെന്തൊക്കെ മസാല ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സാധനം ഉണ്ടോ ഓണറിന് ഇവിടെ ഒരു വിയർപ്പ് തുള്ളി. നമ്മളിതിന്റെ രഹസ്യക്കൂട്ട് അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞപ്പോ അവര് പതുക്കെ നമുക്ക് ജ്യൂസൊക്കെ തന്നു. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊക്കെ മതി. നിങ്ങൾ കൂടുതൽ രഹസ്യങ്ങൾ കിണ്ടിക്കണ. പക്ഷെ ഞാൻ പറഞ്ഞേ, നിങ്ങളത് ആരെങ്കിലും വന്ന് ഇവിടെ ഒന്ന് കഴിക്കുക. ആ മസാല നല്ലപോലെ തിന്നിട്ട് നിങ്ങൾ ഡീകോഡ് ചെയ്തിട്ട് അതിന്റെ രഹസ്യക്കൂട്ട് എനിക്ക് പറഞ്ഞു തരും. എന്നാ സനുബ്രോ നിങ്ങൾക്ക് 1001 രൂപ. കുഴപ്പമില്ല, സീനില്ല. എനിക്ക് വെറുതെ ഒരു രസം. ആ രുചി ഞാൻ എവിടെയാണ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പൊ ഇവര് ഏകദേശം ഒരു ഫുൾ കോഴി തിന്ന് തീർത്താട്ടോ ഈ 2 മുക്കാലും ഞാനാണ് തിന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ. ഇവര് വന്ന് മസ്റ്റ് ട്രൈ സംഭവമാണ്. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുക. ടേസ്റ്റ് ബഡ്സ് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ച്. ചിലർക്ക് ഭയങ്കര സ്പൈസിയാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ച് മീഡിയം സ്പൈസി. അപ്പം നമുക്ക് അറിഞ്ഞൂടല്ലോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ജ്യൂസിയാണ് ചിക്കൻ. ഓ ചില
ഇല്ല ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നില്ല. ഏകദേശം ഹാഫ് കോഴി തന്നിട്ടിരിക്കുകയാണ്. ആദ്യം ആ ചൊറിയൻ കൂണ് ഇറങ്ങി തീരട്ടെ. ഞാൻ ആ മഷ്റൂം കഴിച്ചതിന്റെ എഫക്ട് തൽക്കാലം മാറി. അപ്പൊ ശരി കഴിച്ച് നമ്മളെന്തായാലും ടി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന കാർത്തിക് സൂര്യക്കും പ്രിയ പത്നി വർഷയ്ക്കും എന്റെ എന്റെ പേര് അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ ടു ദിസ്. ഇതേപോലെ സ്വിഗ്ഗിയിലൊക്കെ തുടങ്ങുമെന്നോ അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുള്ള. ഓക്കെ ഗൈസ്, ബൈ ബൈ. എൻഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. 15ാമത്തെ